ഹലോ, വെൽക്കം ബാക്ക് ടു ഹാപ്പി എസ്കേപ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും അടിപൊളിയായിട്ടിരിക്കുന്നു. ഓക്കെ, ഞാനൊരു 6 മാസത്തിന് ശേഷമാണ് കേട്ടോ ഇങ്ങനൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ക്യാമറയിലൊക്കെ ഇങ്ങനെ കുറേ നേരമൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ സെറ്റായത്. ശരിക്കും മടിയാവുന്നു, എടുക്കാണ്ടായിട്ടാണ് തോന്നുന്നു. എനിവേ ലിവിറ്റ്, നമ്മൾ ഇന്ന് എൻ്റെ ലൈഫിലുണ്ടായ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ നിങ്ങളടുത്തും കൂടെ ഷെയർ ചെയ്യാമെന്ന് വെച്ചു. എനിക്ക് ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോഴാണ് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ അറിഞ്ഞത്. അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളടുത്തു കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എനിക്ക് ഈ ഒരു ലാസ്റ്റ് 6 മന്തിൽ ഞാൻ ഓരോ വട്ടവും ഡോക്ടറെ അടുത്ത് പോയ കാര്യങ്ങളും സിറ്റിങ്ങൊക്കെ ഞാൻ ചെറിയ ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് നിന്ന് കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം, മാക്സിമം പറ്റുന്ന അത്രയും ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അലോപേഷ്യ, നമ്മൾ പലർക്കും അറിയാത്തൊരു കാര്യമാണ് അലോപേഷ്യ അഥവാ മുടികൊഴിച്ചിൽ. അലോപേഷ്യ എന്തെന്ന് വെച്ചാൽ മുടികൊഴിച്ചിലിൻ്റെ ഒരു മെഡിക്കൽ ടേമാണ് അലോപേഷ്യ. നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ടാകുന്ന മുടികൊഴിച്ചിലിനെയാണ് അലോപേഷ്യ എന്ന് പറയുന്നത്. എനിക്ക് തലയിലെ മുടിയായിരുന്നു കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഈ ഒരു അസുഖം ഉണ്ടാവുന്നതിന് മുന്നേ എനിക്ക് അലോപേഷ്യ എന്താണെന്നോ എനിക്ക് അങ്ങനെ ഒരു ഐഡിയ ഇല്ല. ഞാൻ ഈ ഒരു അസുഖത്തെ പറ്റി ഇതുവരെ ഒരാൾക്ക് ഉണ്ടായതായിട്ട് പോലും ഞാൻ കേട്ടിട്ടോ അറിവോ എനിക്കുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ എനിക്കുണ്ടായ ഒരു ഇൻസിഡൻറ്റ് നിങ്ങളടുത്തും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡോക്യുമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്കുണ്ടായ സംഭവം ഞാൻ എന്താണെന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. ഒരു ദിവസമല്ല, ഒരു 3 days എനിക്ക് പനി വന്നിട്ട് പനി മാറി, ഡോക്ടറെയൊക്കെ കാണിച്ച് പനി മാറിയിട്ട് നമ്മൾ പനി വന്നാൽ പൊതുവേ അങ്ങനെ തലയ്ക്ക് നനച്ച് കുളിക്കുന്നത് കുറവാണ്. നമ്മൾ മേൽ കഴുകുന്നല്ലാണ്ട് തല നനയ്ക്കില്ല. പനി മാറാറാവുമ്പോഴേക്കാണ് തല നനയ്ക്കുക. അങ്ങനെ ഞാൻ അന്ന് തല നനച്ച് കുളിക്കുകയാണ്. അങ്ങനെ തല നനച്ച് കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ സാധാരണ മുടി ഉണക്കുന്നു. അപ്പോഴാണ് എൻ്റെ അമ്മയാണ് കേട്ടോ അത് ശ്രദ്ധിക്കുന്നത്. അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ മുടി ഇങ്ങനെ കൊഴിഞ്ഞിരിക്കുന്നത്, നല്ല ഹെയർ ഫോൾ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊരു നോർമൽ ഹെയർ ഫോൾ ഉണ്ട്, ഞാൻ മുടിയിൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്നതാണ്. അപ്പോൾ ഒരു നോർമൽ ഹെയർ ഫോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ നിങ്ങൾ കേൾക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് അവോയ്ഡ് ചെയ്തേക്കിട്ടോ. ഓക്കെ, അപ്പോൾ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു നോർമൽ ഹെയർ ഫോൾ ഉണ്ടെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു ഇത് നോർമൽ ഹെയർ ഫോൾ അല്ല, നീ നോക്കിക്കേ, നിങ്ങളെ ഈ തലയുടെ ഓടൊക്കെ കാണുന്നു. എൻ്റെ ഈ ഒരു സൈഡിലായിട്ടായിരുന്നു കേട്ടോ എനിക്കുണ്ടായിരുന്നത്. തലയുടെ ഓടൊക്കെ കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ എന്നെ ആകെ ടെൻഷനാക്കി. അപ്പം ഞാൻ കണ്ണാടിയുടെ മുന്നിലോ അങ്ങനെയൊന്നും അല്ല, ഞാൻ വേഗം മിററിൻ്റെ മുന്നിലൊക്കെ എത്തിയിട്ട് ഞാൻ നോക്കിയപ്പോൾ ഞാൻ ആകെ ടെൻഷനായി. ഫസ്റ്റ് ഇത്രയും ദിവസം നോർമൽ ഹെയർ ഫോൾ ഉണ്ട്, പക്ഷേ ഇങ്ങനൊരു ഹെയർ ഫോൾ ഉണ്ടായപ്പോൾ ഞാൻ എന്തുകൊണ്ട് കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. ഇത് എന്ത് പറ്റി, എനിക്ക് വേറെ വല്ല അസുഖമാണോ? ഒരു നിമിഷം എന്താ പറയുക, നമ്മൾ പതറിപ്പോയി. എനിക്കറിയില്ല ഒരു നിമിഷം ഞാൻ നിങ്ങളുടെ അടുത്ത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത്. എൻ്റെ അമ്മയാണെങ്കിലും അമ്മ പറഞ്ഞു ടെൻഷനൊന്നും ആവണ്ട, നമുക്ക് ഡോക്ടറെ കാണിക്കാം. അപ്പോഴാണ് അവിടെ കണ്ണനുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നേ. അപ്പോൾ കണ്ണനും വന്നിട്ടുണ്ടായി. അപ്പോൾ കണ്ണൻ പറഞ്ഞു ഇത് നോർമൽ ഹെയർ ഫോൾ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇത് മുടിയല്ലേ, മുടി വളരും എന്നൊക്കെ പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, പിറ്റേ ദിവസം തന്നെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി നമ്മൾ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തു. അപ്പോയിൻമെൻ്റ് എടുത്ത് നമ്മൾ അവിടെ എത്തി. എനിക്ക് കറക്റ്റ് ആ ഡോക്ടറുടെ പേരറിയില്ല. കണ്ണൻ കുറച്ച് അത്യാവശ്യം നല്ല ഡോക്ടറാണ്. 1-2 ആൾക്കാരുടെ അടുത്തൊക്കെ അന്വേഷിച്ചിട്ടാണ് നമ്മൾ ആ ഡോക്ടറെ അടുത്ത് പോയത്. ഡോക്ടറുടെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ നമ്മൾ ആ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ അലോപേഷ്യ ഏരിയറ്റ അതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതാണ് നമുക്കൊരു സെറം എഴുതി തന്നു, 1-2 ടാബ്ലറ്റ്സ് എഴുതി തന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ, ഇത് യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിട്ടു. ഞാൻ അവിടുന്ന് ഇറങ്ങിയപ്പോൾ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഡോക്ടർക്ക് അത് വളരെ നിസ്സാരമായിരിക്കാം, മേ ബി ഒരുപാട് പേഷ്യൻസ് അങ്ങനെ വരുന്നുണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ ലൈഫിൽ എനിക്ക് ആ ഒരു ഇൻസിഡൻറ്റ് ആദ്യമായിട്ടാണ്. ഞാൻ ഇതുവരെ എൻ്റെ ഇത്രയും പ്രായമായിട്ടും ഇങ്ങനൊരു അസുഖം വന്നതായിട്ട് എനിക്ക് അറിവില്ല. എൻ്റെ ഫാമിലിയിലാണെങ്കിലും അതുപോലെ തന്നെ എനിക്കറിയുന്ന ഫ്രണ്ട്സിനാണെങ്കിലും നമ്മളെ നൈബേഴ്സിനാണെങ്കിലും ഇങ്ങനൊരു അസുഖം ഉണ്ടായതായിട്ട് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ആ ഒരു അസുഖം ഡോക്ടർ സീരിയസ് ആയി എന്താ എടുക്കാത്തത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെ കുറേ ചിന്തകളായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിൽ. അപ്പം
കണ്ണനും പറഞ്ഞു ഈ ഡോക്ടറെ കാണിച്ചുകൊണ്ട് കാര്യമില്ല തോന്നുന്നു. ഞാൻ കണ്ണനോട് എൻ്റെ ഇങ്ങനെ ടെൻഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ കണ്ണൻ പറഞ്ഞു ഓക്കെ നമുക്ക് വേറെ നല്ലൊരു ഡോക്ടറെ കാണാം. എന്നിട്ട് നമ്മൾ ആ മരുന്ന് വാങ്ങിച്ചില്ല, ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അങ്ങനെ ഇറങ്ങി. പക്ഷെ നമ്മൾ ആ മെഡിസിൻസ് ഒന്നും വാങ്ങിച്ചില്ല, സെറം എന്തൊക്കെയാണ് എഴുതി തന്നിട്ടുണ്ടായിരുന്നത്, നമ്മളൊന്നും വാങ്ങിച്ചില്ല. നമ്മൾ വിചാരിച്ചു നമുക്ക് ആയുർവേദിക്കിൽ ഒന്ന് നോക്കാം എന്നുള്ളത്. അങ്ങനെ കണ്ണൻ്റെ ഒരു ഫ്രണ്ടാണ് മഹിമാധവ്, അങ്ങേര് വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മഹിമാധവ് ആണ് നമുക്ക് ഈ ഒരു നമ്മളിപ്പോൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെ പറഞ്ഞു തന്നത്, ഡോക്ടർ സയാന. ഞാൻ എന്താ പറയുക, ഈ ഒരു നിമിഷത്തിൽ ഞാൻ ശരിക്കും ആ ഡോക്ടറെ അടുത്ത് നന്ദി പറയാണ്. എനിക്ക് അന്ന് കിട്ടിയ ഡോക്ടറെ കയ്യിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് എനിക്ക് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത്രയും നിങ്ങൾ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കാൻ കോൺഫിഡൻ്റ് അല്ലായിരിക്കും. എന്താ പറയുക, ഭയങ്കര നന്ദിയും കടപ്പാടും. എനിക്ക് എന്തൊക്കെയോ ഡോക്ടറുടെ ജോലിയാണ് ചെയ്യുന്നത്, പക്ഷേ ഡോക്ടർ അന്ന് തന്ന ഒരു മെന്റൽ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. അന്ന് ഡോക്ടർ മേ ബി എന്നെ ആ ഫസ്റ്റ് സിറ്റിങ്ങിൽ എനിക്ക് ആ ഒരു മെന്റൽ സപ്പോർട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇതേപോലെ വേറൊരു ഡോക്ടറെ അന്വേഷിച്ചിരുന്നു. എന്തോ ഭാഗ്യത്തിന് എൻ്റെ ആ ഒരു ഡോക്ടർ സയാന, താങ്ക് യു, നല്ല ഡോക്ടറായിരുന്നു. നമ്മളെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതിനു വേണ്ടിയുള്ള എന്താ പറയുക മരുന്നുകളൊക്കെയാണ് തന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഒരുപാട് മെഡിസിൻസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് മഹിയാണ് നമുക്ക് ഡോക്ടർ സയാന, മഹിയുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു കൊടുത്തിട്ട്, മഹി ഡോക്ടറാണ്. അപ്പോൾ മഹിയുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു കൊടുത്തിട്ടാണ് ഡോക്ടർ സയാന. അവിടെ നമ്മൾ തിരൂരിലാണ്, അവിടെ തിരൂര് കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല, ഞാൻ ലൊക്കേഷൻ കിട്ടുകയാണെങ്കിൽ ഇവിടെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഡോക്ടറുടെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടി, നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി. അങ്ങനെ അവിടെ പോയപ്പോഴാണ് നമ്മൾ ഡോക്ടർ പറഞ്ഞു മെയിനായിട്ട് അവിടെ ഇങ്ങനെ അലോപേഷ്യ ഉണ്ടായിട്ട് വരുന്നവർ ഒരുപാട് ആൾക്കാർ വരും. ചെറിയ കുട്ടികൾക്ക് വരെ ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട് ഈ അലോപേഷ്യ എന്ന് പറയുന്ന അസുഖം. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു, എൻ്റെ മുടി ട്രീറ്റഡ് ഹെയർ ആയിരുന്നു, അപ്പം അതുകൊണ്ടാണോ വരുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായി ലിൻസ ചെറിയ കുട്ടികൾ വരെ വരുന്നുണ്ട്, 2 വയസ്സായ 3 വയസ്സായ കുട്ടികൾക്കൊക്കെ അലോപേഷ്യ ഉണ്ടാവുന്നുണ്ട്. അപ്പം അവരുടെ മുടി ട്രീറ്റഡ് ഹെയർ അല്ലല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മേ ബി ന്യൂട്രീഷ്യൻസിന്റെ ഒരു കുറവ് മൂലമാവാം, സ്ട്രെസ് കാരണമായിരിക്കാം, അതുപോലെ തന്നെ അങ്ങനെ 1-2 ഇങ്ങനെ ഇത് കാരണമായിരിക്കാം എന്നുള്ളത് മാത്രമേ പറഞ്ഞുള്ളൂ, ഇന്നതാണ് എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് സിറ്റിങ്ങിൽ നമുക്ക് ഡോക്ടർ കുറച്ച് ആയുർവേദിക് മെഡിസിൻസ് ഒക്കെയാണ് നമുക്ക് ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് കുറച്ച് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനുള്ള ചെക്കിംഗ് ഒക്കെ നമ്മൾ ചെയ്തിട്ട് അതിനുള്ള മെഡിസിൻസ് ഒക്കെ ഡോക്ടർ തന്നു. പിന്നെ ഓരോ സിറ്റിങ്ങും നമ്മൾ സെക്കൻഡ് സിറ്റിങ്ങിൽ ഞാൻ ഓർക്കുന്നു ലീച്ച് തെറാപ്പി ആയിരുന്നു സെക്കൻഡ് സിറ്റിങ്ങിൽ. അതൊക്കെ എൻ്റെ ലൈഫിൽ ഫസ്റ്റാണ്. നിങ്ങൾക്കത് ഞാൻ പറയുമ്പോൾ എത്രത്തോളം അത് കണക്ട് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. പക്ഷെ ഒരു അലോപേഷ്യ ഉള്ള ഒരാൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും അവർക്ക് എന്ത് ഫീൽ ചെയ്യും, ലൈക്ക് അവർക്ക് ഏത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ പറയും തീർച്ചയായിട്ടും എന്താ പറയുക, എനിക്ക് യാതൊരുവിധ ഡൗട്ടും ഇല്ല, നിങ്ങൾക്ക് ഡോക്ടർ സയാനയെ ധൈര്യപൂർവ്വം കൺസൾട്ട് ചെയ്യാം. ഒരുപാട് ഞാൻ അവിടെ അപ്പോയിൻമെന്റ് എടുത്ത് പോകുമ്പോൾ ഒരുപാട് എന്നേക്കാൾ ചെറിയ കുട്ടികളുണ്ടായിരിക്കും, 10-15 വയസ്സായ കുട്ടികളൊക്കെ ഈ സെയിം അസുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്നാൽ നമുക്ക് എന്താ പറയുക, നമുക്ക് ടെൻഷൻ ഇല്ല, നമുക്ക് അങ്ങോട്ട് ഈ ഒരു അസുഖം മാറും എന്നുള്ളത് നമ്മൾ മനസ്സിന് തന്നെ ഒരു തോന്നും. അപ്പം നമുക്ക് എന്താ പറയുക, മനസ്സിന്റെ ഒരു ശക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു അസുഖത്തിൽ നിന്നും റിക്കവർ ആവാന്ന് പറയില്ലേ, അതൊക്കെ കുറച്ച് ശക്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായി. പിന്നെ എന്താന്ന് പറയാണ്ടെന്ന് വെച്ചാൽ ഒരുപാട് ഉള്ളിലോട്ട് മെഡിസിൻസ് ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഡോക്ടർ പറയുന്ന പോലെ കുറെ ഫുഡ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡും എക്സസൈസുമാണ് മെയിനായിട്ട്. പിന്നെ രാവിലെ എനിക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഒക്കെ ഉള്ളത് കൊണ്ട് വെയിൽ കൊള്ളണം, ഇളം വെയിൽ കൊള്ളണം, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് മുടി മസാജ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുടി മസാജ് ചെയ്യുന്നത് എനിക്കൊരു നല്ല പാട്ടായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ മുടിയൊക്കെ നമ്മൾ വളരെ കെയർലെസ് ആയിട്ടാണ് മുന്നേ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതൊക്കെ കുറച്ച് കെയർ ചെയ്യാൻ തുടങ്ങി.
അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ട്രീറ്റ്മെൻറ്റ് ഞാൻ പിന്നെ മുടിയിൽ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അലോപേഷ്യ വന്നതിന് ശേഷം. പിന്നെ ഈ ഒരു ദിവസം വരെ ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ല. പക്ഷേ ഹെയർ കട്ടും ഹെയർ കളറൊക്കെ ചെയ്യും. അതിനുശേഷമൊന്നും എനിക്ക് കുഴപ്പമുണ്ടായിട്ടില്ല. ഇപ്പോൾ കറൻ്റ്ലി അലോപേഷ്യ എന്നുള്ള അസുഖം ഒരു 99% വിട്ടുമാറി എന്നുള്ളത് തന്നെ പറയാം. അതിന് ഞാൻ ഡോക്ടറെ അടുത്ത് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. എന്തായാലും ഈ ഒരു ഡോക്ടർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു. പിന്നെ എന്താ പറയാന്ന് വെച്ചാൽ, നിങ്ങൾ ഒരിക്കലും ഈ ഒരു അസുഖം വന്നു എന്ന് വെച്ച് ഡെസ്പായിട്ടിരിക്കേണ്ട. എല്ലാ അസുഖത്തിനും ഒരു പോം വഴി ഉണ്ടെന്ന് പറയില്ലേ, അതേപോലെ നിങ്ങൾ ഫസ്റ്റ് ചെല്ലുന്നത് തന്നെ ഒരു റൈറ്റ് ആയിട്ടുള്ള ആളുടെ അടുത്ത്, ഒരു ഡോക്ടറെ അടുത്താണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ഇപ്പോൾ മേ ബി ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത് ഫസ്റ്റ് ഒരു ഡോക്ടറെ അടുത്ത് പോയിരുന്നു. അപ്പോൾ മേ ബി അതും ഓക്കെ ആയിരിക്കാം. പക്ഷെ എൻ്റെ ആ ഒരു സിറ്റുവേഷനിൽ ആ ഡോക്ടർ എനിക്ക് അങ്ങനെ നോർമലി നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോകുന്നു, ആളൊന്ന് നോക്കുന്നു, എൻ്റെ ഈ സൈഡിലായിട്ടായിരുന്നു എനിക്ക് അലോപേഷ്യ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആളും മുടിയൊന്ന് നോക്കി ജസ്റ്റ് എല്ലാ ഡോക്ടറും എഴുതി തരുന്ന പോലെ ഒരു 1-2 മെഡിസിൻസ് എഴുതി തന്നു. ഓക്കെ, ഇത് യൂസ് ചെയ്താൽ മതി, എന്നിട്ട് മാറ്റമൊന്നും ഇല്ലെങ്കിൽ വരൂ എന്നുള്ളത് പറയുമ്പോൾ ഞാൻ ഇതെന്താന്നുള്ള ഒരു ഇതായിപ്പോയി. അതേ സ്ഥിതിക്ക് ഞാൻ ഫസ്റ്റിന് ഇപ്പോൾ നമ്മൾ പോണവിടെ തന്നെ പോവായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. ഞാൻ ആകെ ടെൻഷനായി. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ വീഡിയോസും നമ്മൾ എന്തായാലും ഈ ഒരു അസുഖമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിനെ കുറിച്ച് സെർച്ച് ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പോഴാണ് ഇത് ഈ ഒരു അസുഖമാണ്. എനിക്ക് അത്രത്തോളം ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ട് എനിക്ക് പേടിയാവാൻ തുടങ്ങി. അപ്പോൾ കണ്ണനൊക്കെ എന്നെ ചീത്ത പറയും, നീ വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമ്മളെന്തായാലും നമുക്ക് ഇപ്പോൾ ആക്സസ് ഒക്കെ എല്ലായിടത്തും ഈ അസുഖത്തെ കുറിച്ച് സെർച്ച് ചെയ്താൽ കിട്ടും. പക്ഷേ ഇത് നമ്മളെ പലർക്കും അറിയില്ല. പിന്നെ ഞാൻ ഇത് ഉണ്ടായതിനു ശേഷം ഓക്കെ ഇതൊക്കെ ഇങ്ങനെ എല്ലാവരും ഒക്കെ അറിഞ്ഞ് ഇതിന് ട്രീറ്റ്മെന്റ് തുടങ്ങി. അപ്പോഴാണ് ഞാൻ കേൾക്കുന്നത് ഈ ഒരു അസുഖം മുന്നേ ഉണ്ടായിട്ടുണ്ടാവും ആൾക്കാർക്ക്. ഇതിനെപ്പറ്റി അറിയാത്തത് കൊണ്ട് നോർമൽ ഹെയർ ഫോൾ ആണെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് തള്ളിക്കളയും. പിന്നെ അത് നോക്കാണ്ടായിട്ട് ഹെയർ ഫോൾ ഉണ്ടായി പോവും. അങ്ങനെയുള്ളവരുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരു അസുഖവും നിസ്സാരമായിട്ട് കാണരുത്. നമ്മൾ ആദ്യം തന്നെ ഒരു അസുഖം കണ്ടിട്ട് അതിൻ്റെ സിംറ്റം കണ്ടിട്ട് കറക്റ്റ് ട്രീറ്റ് ചെയ്താൽ, അപ്പോൾ അതിനൊരു കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കിട്ടിയാൽ നമുക്ക് ഒരു മോശം സ്റ്റേജിലോട്ട് പോവില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ചായി ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഏകദേശം ഓക്കെ ആയിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഏകദേശം ഓക്കെ ആവുമ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വീഡിയോസൊന്നും ചെയ്യാത്തത്. അതുകൊണ്ടൊന്നല്ല, അതൊരു എക്സ്ക്യൂസാണ്. എന്നാലും ഞാൻ അതുകൊണ്ടാണ് എന്നുള്ളത് അങ്ങോട്ട് മനസ്സിനെ ഫലിപ്പിച്ചേക്കാണ്. എനിവേ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയണമെന്ന് വിചാരിച്ചു. അലോപേഷ്യ ഉള്ള ആൾക്കാർ ആരും ടെൻഷൻ അടിക്കേണ്ട. ഈ ഒരു അസുഖം മാറാവുന്നതേ ഉള്ളൂ. എനിക്ക് ഈ ഒരു അസുഖം ഉണ്ടായിട്ട് ഒരു 2 months 3 months കഴിഞ്ഞിട്ടാണ് എൻ്റെ സിസ്റ്ററിൻ്റെ ഒരു ഫ്രണ്ടിന് ഇങ്ങനൊരു അസുഖം ഉണ്ടായി. അത് എന്നേക്കാൾ കുറച്ചും കൂടി സിവിയർ ആയിരുന്നു. അപ്പോൾ ഇതുണ്ടാവുമ്പോഴാണ് ഞാൻ ഓക്കെ ഇതിന് ഫസ്റ്റ് എനിക്കുണ്ടായി. അപ്പോൾ ഒരാൾക്കും ഞാൻ ഈ ഒരു അസുഖം ഉണ്ടായത് കേട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ടെൻഷനാണ്. അപ്പം ഞാൻ അവളെ കണക്ട് ചെയ്തിട്ട് നമ്മൾ സംസാരിച്ചായിരുന്നു. അപ്പോൾ അവള് പറഞ്ഞത് ആദ്യമൊക്കെ എനിക്ക് ടെൻഷൻ ഉണ്ടായി, ഇപ്പം ഞാൻ ഓക്കെ ആയി. ഇത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുക. പിന്നെ ആളുടെ ഫാമിലി നല്ല സപ്പോർട്ടായിരുന്നു. സിവിയർ ആയിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ ആളെ കണ്ടിട്ടുണ്ടായിരുന്നു, വീഡിയോ കോൾ ത്രൂ ഫോട്ടോ ത്രൂ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം റിക്കവറായി വന്നു. അതും എനിക്ക് വേറൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അലോപേഷ്യ ഉള്ള ആൾക്കാർ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ടെൻഷൻ ആവണ്ട. ഇത് മാറാത്ത അസുഖം എന്നല്ല, ഇത് നമ്മൾ ട്രീറ്റ് ചെയ്താൽ മാറുന്നതേ ഉള്ളൂ. കറക്റ്റ് യോഗ, അതുപോലെ തന്നെ ഫുഡ് ശ്രദ്ധിക്കുക, അങ്ങനത്തെ കുറച്ച് നമ്മൾ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ മാറാവുന്നതേ ഉള്ളൂ. നല്ല ഡോക്ടറെ തന്നെ കാണിക്കുക, നമുക്ക് മെന്റലി സപ്പോർട്ട് ചെയ്യുന്ന നല്ല ഡോക്ടേഴ്സിനെ കാണിക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അതുപോലെ ഡോക്ടർ വേറൊരു കാര്യം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഈ ഒരു അസുഖം നമുക്ക് കംപ്ലീറ്റ്ലി മാറി എന്ന് പറയാൻ പറ്റില്ല. ഒരു 99% മാറിയിട്ടുണ്ടെങ്കിലും ഇനി ഇത് വരില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇനിയും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യാൻ പറ്റുക നമ്മളെ കൊണ്ട് എന്നുള്ളതാണ്.
നമുക്ക് എന്താ അങ്ങനെയൊക്കെ നോക്കിയാലേ ആണ് ഇതിന് വരാണ്ടിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോയ സമയത്ത് റാൻഡം ആയിട്ട് എടുത്ത കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ട് എൻ്റെ ഗാലറിയിൽ. അപ്പോൾ ഞാൻ അതും ഇതിൻ്റെ കൂടെ വെക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. വെള്ളം വേണോ? താങ്ക് യു. ഇത് കേസ് അലോപേഷ്യയാണ്. വളരെ കോമൺ ആണ് ഇന്നത്തെ കാലത്ത് അലോപേഷ്യ. അതിൻ്റെ ഡിഫറെൻറ്റ് തരത്തിലായിരുന്നു. ഒരു ചെറിയ സ്മോൾ റൗണ്ട് ഏരിയാസിലായിട്ടാണ് ഇപ്പം നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ അത് അലോപേഷ്യ ഏരിയറ്റാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിങ്ങനെ കുറച്ച് കാലം കഴിയും തോറും അതിൻ്റെ അടുത്ത് പുതിയ പുതിയ റൗണ്ട് ഏരിയാസ് വന്ന് ഇത് തമ്മിൽ ക്ലബ് ചെയ്ത് ആൻഡ്രോജനിക് അലോപേഷ്യ എന്ന് പറഞ്ഞ കണ്ടീഷനായി മാറും. ഇനി ഇത് തന്നെ ഫുൾ ബോഡി ഹെയർസ്, ഐബ്രോസും ബോഡി ഹെയർസ് ഒക്കെ എഫക്ട് ചെയ്യുന്ന തരത്തിൽ അലോപേഷ്യ പ്രോട്ടക്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അലോപേഷ്യ ഉണ്ട്. ഇതിൽ അലോപേഷ്യ ഏരിയയ്ക്കാണ് കമ്പാരിറ്റീവ്ലി നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു കണ്ടീഷൻ. അപ്പോൾ നമ്മൾ സ്കാനർ വെച്ച് നോക്കിയപ്പോൾ കാണുന്നുണ്ട് അവിടെ ഹെയർസ് കുറവാണ്. അവിടെ ഒരു വാക്സ് പോലെ ഒരു കവറിങ് വന്നിട്ടുണ്ട്. ആ വാക്സിൻ്റെ കവറിങ് എന്ന് പറഞ്ഞാൽ സെബം വന്ന് നിറഞ്ഞിട്ട് അത് കവർ ചെയ്യുന്നു ഹെയർ ഫോളിക്കിൾസിനെ. അപ്പോൾ നമ്മളവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പല റീസൺസ് പലതാവാം. ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൊണ്ടാവാം, അതിനകത്ത് തന്നെ വൈറ്റമിൻ ഡിക്കും സിറം കാൽഷ്യത്തിനും ഫെറിറ്റിനും HPക്കും ഒക്കെ അയണിനൊക്കെ ഒരു വലിയ റോളുണ്ട് അതിനകത്ത്. സിങ്കിനും ഉണ്ട് റോള്. അപ്പോൾ നമ്മൾ ന്യൂട്രീഷ്യൻസ് കഴിക്കണം. അത് നിങ്ങൾക്ക് തരും. ഞാൻ കാണിച്ചത് അല്ലേ, ഒരു 540 നീഡിൽസ് ഉള്ളൊരു ഫോമാണ്. ഇത്രയേ ഉള്ളൂ ചെയ്യാം. പക്ഷെ ഇത് പിന്നെ പുതിയ ഏരിയാസിൽ വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം ബ്ലഡിൻ്റെ സ്പോർട്സാണ് കാണുന്നത്. ഞാൻ ക്ലിക്ക് ചെയ്ത് കണ്ടില്ലേ,
ഉണ്ടാക്കും. അപ്പൊ നമ്മൾ ഈ സെബം നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ്, നമ്മുടെ സ്കിന്നിന് താഴെയുള്ള സ്കിന്നിന് താഴെയുള്ള സെബേഷ്യസ് ഗ്ലാൻഡിന്റെ ഇതാണ് ഒരു ബാക്ക് സൈഡ് ഓയിലിന്റെ കവർ ചെയ്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ ഒക്കെ ഉണ്ട്. ഒരു ഭയങ്കര ഓയിലി ഫീലിംഗ് ആണ്. ഈ ഓയിലി ആ ഒരു സെബം പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതിനാണ് ഞാൻ ആ സ്ക്രബ് പൗഡർ തരുന്നത്. സ്ക്രബ് പൗഡർ സെബത്തിന്റെ പ്രൊഡക്റ്റ് കാണുന്നില്ലേ നിങ്ങള്? ഞാൻ കാണിച്ച ഡോക്ടർ ഏതാന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻസിൽ ഇട്ടാൽ മതി. ഞാൻ ഡോക്ടറുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം. പിന്നെ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഈ 6 മാസത്തിൽ ഞാൻ അനുഭവിച്ചൊരു ടെൻഷനാണ് ഇത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരു വലിയ ഭാരം ഇറക്കി വെച്ച പോലെ കേട്ടോ എനിക്ക് തോന്നുന്നത്. അങ്ങനെ പിന്നെ ഇനി ഞാൻ മാക്സിമം ലോങ് വീഡിയോസ് എല്ലാം ചെയ്യാൻ നോക്കാം. ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായി ഇനി മുതൽ ലോങ് വീഡിയോസ് ചെയ്യാൻ നോക്കാം. അത് കഴിഞ്ഞിട്ടാണ് ഈ അലോപേഷ്യ എല്ലാം ഉണ്ടായത്. അതിനുശേഷം പിന്നെ വീഡിയോസ് തന്നെ ലോങ് വീഡിയോസ് ഇട്ടിട്ടില്ല. പിന്നെ ഷോർട്സ് ഒക്കെ വല്ലപ്പോഴും ഇട്ടാലായി. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോസ് ഒന്നും ചെയ്യാത്തത്, എന്താ ഇപ്പോൾ ഒന്നും കാണാറില്ലല്ലോ യൂട്യൂബിൽ എന്നൊക്കെ. അങ്ങനെ ചോദിച്ചവർക്കും എല്ലാം സ്നേഹം മാത്രം. നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് പറഞ്ഞതിൽ നന്ദി, താങ്ക് യു. അപ്പൊ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബായ്, ഇത്രയേ ഉള്ളൂ. ഇനിയും നല്ല വീഡിയോസുമായിട്ട് വരാം. ബായ്.